71 ദിവസത്തെ കാത്തിരിപ്പാണ് ഇന്ന് അവസാനിച്ചത്. കേരളം ഒന്നടങ്കം പ്രാർത്ഥിച്ചിട്ടും ആ ചെറുപ്പക്കാരനെ ജീവനോടെ കിട്ടിയില്ല. പക്ഷേ കുടുംബത്തിന്റെ 100 ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരമായി. അർജുനെ കാണാതായി എന്നറിഞ്ഞതു മുതൽ ഷിരൂരിൽ തുടരുന്ന മനാഫിനും ഇനി മടങ്ങാം. അർജുൻ ഇല്ലാതെ നാട്ടിലേക്ക് തിരിക്കില്ലെന്ന വാക്ക് പാലിച്ചാണ് അയാളുടെ മടക്കം. ഇവിടെ നേരെ മറിച്ചിട്ട് ഇവര് ചോദിക്കുന്നുണ്ട്, ഇവര് ഡ്രൈവർക്ക് വേണ്ടി എന്തിനാ ഇത്രയൊക്കെ മെനക്കെടുന്നത്? ആ ഒരു ആറ്റിറ്റ്യൂഡാ നമുക്ക് ഡ്രൈവറായിട്ടല്ല തോന്നുന്നത്, മനുഷ്യനായിട്ടാ തോന്നുന്നത്. മനാഫിന് അർജുൻ വെറുമൊരു ലോറി ഡ്രൈവർ ആയിരുന്നില്ല, എന്തിനും ഏതിനും കൂടെ നിന്ന സുഹൃത്തു കൂടിയായിരുന്നു. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ ലോറി കാണാതായി എന്നറിഞ്ഞ് അയാൾ അവിടേക്ക് ഓടിയെത്തി. ലോറിയും ലോറിയിലുണ്ടായിരുന്ന മരത്തടിയുമായിരുന്നില്ല അയാളുടെ ലക്ഷ്യം. അർജുൻ എവിടെ? അവനെ ജീവനോടെ രക്ഷപ്പെടുത്തണമെന്ന ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ജീവനാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കളി കളിച്ചോളി, കുഴപ്പമില്ല. വണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുമ്പോൾ തന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിലുള്ളത്. കനത്ത മഴയും കാറ്റും ഷിരൂരിലെ രക്ഷാദൌത്യത്തിന് വിലങ്ങുതടിയായപ്പോൾ അർജുന്റെ ജീവനല്ലാതെ ഒന്നിനെക്കുറിച്ചും ആവലാതിപ്പെടാതെ അയാൾ അവിടെ തുടർന്നു. അർജുന്റെ സഹോദരനും സഹോദരി ഭർത്താവും അയാൾക്കിടം വലം നിന്നു. അർജുന്റെ തിരച്ചിലിന് റിപ്പോർട്ടർ മുന്നിട്ടിറങ്ങിയ ദിവസമാണ് ഹൃദയം തകർന്ന മനാഫ് അർജുനെ കുറിച്ച് പറഞ്ഞത്. ആ തെരച്ചിലിൽ കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം ആ മനുഷ്യന്റെ വേദന ഇരട്ടിയാക്കി. എന്തിനാണ് ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി ഇത്രയും മെനക്കെടുന്നത് എന്ന് അയാളോട് പലരും ചോദിച്ചു. അതിനെല്ലാം അയാൾക്ക് മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയിലുള്ള ഉത്തരങ്ങളുമുണ്ടായിരുന്നു. ഓൾറെഡി ടോർച്ചറാണ്. ഇന്നലെ FIR ഇടാൻ വേണ്ടിയിട്ട് രാത്രി എൻ്റെ ബ്രദറും 2 ബ്രദേഴ്സും ഒരു FIR ഇടാൻ പോയിട്ട് ഉദ്യോഗസ്ഥന്മാർ പറയാണ് ഇന്നലെ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുള്ളൂ, അപ്പം ഇന്നല്ലേ തരികയുള്ളൂ. അതേമാതിരി തന്നെ SP കൂടെ വേറെ ഉണ്ട്. അയാളെ താഴെ എന്നെ അടിക്കുന്ന അയാൾ എന്നോട് ചോദിക്കുകയാണ്, ഒരു ഡ്രൈവർ അല്ലേന്ന്. പലതവണ പല തെളിവുകളുമായി അയാൾ മാധ്യമങ്ങളെ കണ്ടു. രക്ഷിക്കാനായി അവിടെയെത്തിയ എല്ലാവരെയും ചേർത്തു നിർത്തി. എന്തു വന്നാലും അർജുനനെ രക്ഷപ്പെടുത്തണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അയാൾക്ക്. അതുവഴി ആ ദിവസങ്ങളിൽ സഞ്ചരിച്ച ലോറികളെ കണ്ടെത്തി അവരുമായി സംസാരിച്ച് അർജുൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ചു. തിരച്ചിൽ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് നീങ്ങിയ ദിവസമാണ് ആദ്യമായി പ്രതീക്ഷ നഷ്ടമായെന്ന് മനാഫിന്റെ പ്രതികരണം വന്നത്. ഇതിനിടെ ദേഹോപദ്രവവും ഏൽക്കേണ്ടി വന്നു. ഇത്രയും ദിവസത്തെ കാത്തുനിൽപ്പിന് നൽകേണ്ടി വന്ന വിലയും കേൾക്കേണ്ടി വന്ന പഴിയും ചെറുതല്ല. പക്ഷേ അർജുനന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അത് അയാളെ ഉലച്ചു. അർജുനില്ലാതെ ഈ വീട്ടിലേക്ക് ഞാൻ വരില്ലെന്ന വാക്ക്, ആ വാക്ക് പാലിക്കാൻ 71 ദിവസം വേണ്ടി വന്നു. തോൽക്കാനുള്ള മനസ്സില്ല, എന്തായാലും ഓനിങ്ങോട്ട് പോവുള്ളൂ. ഞാൻ പറഞ്ഞതേനും ആ വാക്ക് അമ്മക്ക് പാലിച്ചു കൊടുത്തു. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ, കണ്ഠമിടറി, മുറിഞ്ഞ വാക്കുകളോടെ, നിറഞ്ഞ കണ്ണുകളോടെ അയാൾ അവിടെ നിന്ന് മടങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.